ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പോൾ നമ്മൾ നോക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ PSCൻ്റെ ഒരുപാട് എക്സാമുകൾ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഒരുപാട് എക്സാമുകൾ 2-3 മാസത്തിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി ലെവലും 10th ലെവലും ഒക്കെ വരുന്നുണ്ട്, LGS ലെവലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോളുക. അപ്പം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. PSCക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയർ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പം എല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്കൊന്ന് തുടങ്ങാം. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. ഇനി കേരള സർക്കാർ 2026 ജനുവരിയിൽ ഭരണനിർവഹണത്തിന് നിർമ്മിത ബുദ്ധി കാര്യക്ഷമം ഉപയോഗിക്കുന്നതിനായി പ്രഖ്യാപിച്ച പുതിയാണ് KAIM. ആ KAIMന്റെ ഫുൾ ഫോം എന്താ? കേരള AI മിഷൻ. ചിലപ്പോൾ ഇങ്ങനെ ഇത് വേറെ രീതി ചോദിക്കുക, KAIMന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുക. അതെന്ന് വെച്ചാൽ കേരള AI മിഷനാണ് KAIM എന്ന് പറയുന്നത്. ഈ 2026 ജനുവരിയിൽ കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമാണ് സവിശേഷ. ആ ഭിന്നശേഷി സർഗോത്സവത്തിന്റെ പേരാണ് സവിശേഷാണ് കേട്ടോ. നമുക്കിനി അടുത്ത നോക്കാം. 2026 നാഷണൽ വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം മൈ ഇന്ത്യ മൈ വോട്ട്. എന്താണ് മൈ ഇന്ത്യ മൈ വോട്ട്? ഇനി വിദ്യാർത്ഥികളുടെ പിഴ കൊണ്ടല്ലാതെ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നത് ഭരണഘടന 21 അനുച്ഛേദം ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് ലംഘനമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയറിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണഘടന 21 എന്താണ് പറയുന്നത്? 21 പറഞ്ഞ് ഉറപ്പ് നൽകുന്നതാണ് മാന്യമായി ജീവിക്കാനുള്ള അവകാശമാണ് ഭരണഘടന 21 പറയുന്നത്. അപ്പം നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ പിഴവ് കൊണ്ടല്ലാതെ ഒരുപാട് പല തവണയും ചിലർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റാതെ പോകാറുണ്ട്. ചിലരുടെ ഈ അന്ന് സാങ്കേതിക പിഴവ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ ചില അധ്യാപകരുടെ അല്ലെങ്കിൽ ചില സ്റ്റാഫുകളുടെ തെറ്റുകൾ മൂലം അവർക്ക് എക്സാം എഴുതാൻ പറ്റാതെ പോകാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇവർക്ക് എന്താണ് ഭരണഘടന 21 അനുച്ഛേദം ഉറപ്പ് നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് ലംഘനമാണെന്നാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്തായാലും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മിക്കവാറും ഒരു കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് PSC. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് അഫയറിന് അത്ര ഇതായിട്ട് എടുത്തു വരാൻ പറ്റുന്നത്. ഭരണഘടനയായിട്ട് അധികം അങ്ങനെ കറണ്ട് അഫയർ വരൽ കുറവാണ്. കറണ്ട് അഫയർ വരും, മറ്റ് നമ്മുടെ ഈ ഭേദഗതികളൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇങ്ങനെയുള്ള ഉത്തരവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കോടതി സ്പെഷ്യലായിട്ട് ഇടുന്ന ഉത്തരവുകളൊക്കെ എന്തായാലും കൂടുതലായിട്ട് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിക്കോളട്ടെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നോക്കിക്കോളാം. ഇനി തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പർപ്പിൾ നിറത്തിലുള്ള പുതിയ ചേമ്പിനം എന്താണ്? അത് ജാമുനിയാണ് കേട്ടോ, ജാമുനി. എന്താണ് ഈ ജാമുനിന്റെ പ്രത്യേകത? പർപ്പിൾ നിറത്തിലുള്ള പുതിയ ചേമ്പിനമാണ് ജാമുനി. ഈ 2026 ഇന്ത്യൻ AI ഇമ്പാക്ട് ഉച്ചകോടി വേദിയാവുന്ന നഗരം അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. എന്താണ്? ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. AI ഇമ്പാക്ട് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അതെവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. 2026 ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലേന റൈബാക്കിനി. എന്താണ്? എലേന റൈബാക്കിനിയാണ് 2000 ഓസ്ട്രേലിയ ഓപ്പൺ വനിതാ സിംഗിൾസ് ആട്ടോ. വനിതാ സിംഗിൾസ് നേടിയത് എലേന റൈബാക്കിനി. ഇനി പുരുഷ സിംഗിൾസ് ആണെങ്കിലോ, പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ സിംഗിൾസ് നേടിയത്. വനിതാ സിംഗിൾസ് വെച്ച എലേന റൈബാക്കിനി. ഇനി 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അറിയപ്പെടുന്ന പേര് സംഗീതരാജൻ എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് സംഗീതരാജൻ എന്നാണ്. അദ്ദേഹം ഒരുപാട് മലയാള സിനിമകളിലൊക്കെ ഒരുപാട് സംഗീതം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനെ പറ്റി എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഫെബ്രുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം കളക്ട് ചെയ്ത് വെച്ചോളൂ. കാരണം അതിനെപ്പറ്റി ഒരു ചോദ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് PSCയിൽ. ഈ 2026 ജനുവരിയിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഇന്ത്യൻ ഭരണഘടന ഏത് അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതും ആർട്ടിക്കിൾ 21 ഭാഗമായിട്ടാണ്. മുമ്പ് നമ്മൾ ഒരു ആർട്ടിക്കിൾ 21 ഒരു കറണ്ട് അഫയർ വായിച്ചു. ഇപ്പം പിന്നെ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് വേറൊരു കറണ്ട് അഫയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21 മിക്കവാറും എന്തായാലും തന്നെ ഇത്തവണ കറണ്ട് അഫയർ സെക്ഷനിൽ ചോദിക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. PSC എടുത്ത് ചോദിക്കാൻ സാധ്യത കാണുന്ന ഒരു ഏരിയയാണ് ആർട്ടിക്കിൾ 21. ഈ 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചത് മധ്യപ്രദേശാണ്. ഏതാണ്? മധ്യപ്രദേശാണ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഈ 2026 ഫെബ്രുവരിയിൽ അമേരിക്കൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 25% എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? അത് 18% കുറച്ചത്. അപ്പോൾ അമേരിക്ക ഇന്ത്യ നമ്മളൊരു വ്യാപാര കരാർ വന്നപ്പോഴാണ് എന്താണ് 25% എന്നുള്ളത് 18% ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. ഇത് വ്യാപാര കരാർ നിലവിൽ വരുന്നേ ഉള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫയറിൽ ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം എക്കോണമിക്സിൻ്റെ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ അമേരിക്ക ഇന്ത്യ കരാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഓർത്ത് വെച്ചോളുക, 25% 18% മാറിയിരിക്കുന്നത്. ഇനി ഭൗമശാസ്ത്രത്തിനുള്ള 2026 ക്രഫോർഡ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജനാണ്
വീരഭദ്രൻ രാമനാഥൻ. ആരാണ്? വീരഭദ്രൻ രാമനാഥൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ വംശജാണ്. ഇദ്ദേഹം ഇന്ത്യൻ വംശജാണ്. എന്തിനുള്ള ഇതാണ് കിട്ടിയത്? ഭൗമശാസ്ത്രത്തിനുള്ള ക്രഫോൾ പ്രൈസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ 2025-26 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സർവീസ് തമ്മിലായിരുന്നു ഫൈനൽ നടന്നത്. അതിൽ സർവീസ് ആണ് ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സിയാണ്. ഏതാണ്? ഭാരത് ടാക്സി. കേരള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 കണക്കുകൾ പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത് ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. കണ്ണൂരിലുള്ള ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ മെനോപാസ് ക്ലിനിക് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര കേട്ടോ. എന്ത് ക്ലിനിക്കാണ്? മെനോപാസ് ക്ലിനിക് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോട് ചേവായൂരാണ്. ഈ കോഴിക്കോട് ചേവായൂരിൽ വരുന്ന ആശുപത്രിക്ക് മുഖ്യമന്ത്രി ഈ ഇടയ്ക്കായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിട്ടുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുട്ടിയുടെ പേരാണ് ഈ ആശുപത്രിക്ക് ഇടാനായിട്ട് അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഒരു പൊതുവേദിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതിപ്പം നിലവിൽ എന്തായിട്ടില്ല. അപ്പം അത് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഈ ആശുപത്രിക്കാണ്, അതായത് കോഴിക്കോട് വരുന്ന ആദ്യ അവയവമാറ്റ ആശുപത്രിക്കാണ് ഈ പേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചോളുക. മിക്കവാറും ഇത് അടുത്ത PSC എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി പക്ഷികളുടെ അറ്റ്ലസ് തയ്യാറാക്കുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വിന്റർ പാരാ ഒളിമ്പിക്സിന്റെയും ഭാഗ്യചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ടീന ആൻഡ് മിലോ. ഇനി 2026 ജൂണിൽ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനം കർണാടക. ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന മറ്റേ ഡെലിവറി ബോയ്സ് ഇല്ലേ, അതായത് അവരും ഇത് ഈ ഗിഗ് വർക്കേഴ്സിൽ പെടുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കരാർ അടിസ്ഥാനം പോലെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്ര മാസം ഇത്ര ശമ്പളം അല്ലെങ്കിൽ ഇങ്ങനെയല്ല. നമ്മളൊരു വർക്കിന് ഇത്ര ഒന്നെങ്കിൽ അവരേറ്റെടുക്കുന്ന താൽക്കാലിക ജോലിയായിരിക്കും, അല്ലെങ്കിൽ അവരേറ്റെടുക്കുന്ന ഒരു കരാറായിട്ട് എടുത്തിട്ട് ഇത്ര കാലത്തേക്ക് ആ കരാർ പ്രകാരം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള വർക്കേഴ്സാണ് ഗിഗ് വർക്കേഴ്സ്. അങ്ങനെയുള്ള വർക്കേഴ്സിന് വേണ്ടി വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് കർണാടക. ഈ ഗിഗ് വർക്കേഴ്സിന്റെ പ്രധാന നമ്മൾ ഉദാഹരണമായിട്ട് പറയുക ഈ ഡെലിവറി ബോയ്സ്, നമ്മുടെ ഓല ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാര്, അല്ലെങ്കിൽ അവരുടെ ടാക്സികൾ, ഇങ്ങനെ ഇവരൊക്കെയാണ് ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടി വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് കർണാടക. ഈ 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹ്യൂ ഗസ്റ്റർ ഏത് മേഖലയിലെ പ്രസിദ്ധ വ്യക്തിയാണ്? സഞ്ചാര സാഹിത്യം. 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറാണ് മീറ്റ് പോയിന്റ്. ഇനി മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആവുന്ന ആദ്യം വനിത സുനേത്ര പവാർ. ഈ സുനേത്ര പവാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇടയ്ക്ക് വിമാനാപകടത്തിൽ മരിച്ച അജിത് പവാറിന്റെ വൈഫാണ് സുനേത്ര പവാർ. ആരാണ്? അജിത് പവാറിന്റെ വൈഫാണ് സുനേത്ര പവാർ. അപ്പം മഹാരാഷ്ട്രയുടെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആയ വനിതയാണ് സുനേത്ര പവാർ. ഇനി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഭാഗ്യചിഹ്നമാണ് സാങ്കേതികി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ നല്ല കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.